ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് സർവീസസിൻ്റെ സെക്കൻഡ് ചാപ്റ്ററാണ്. അപ്പോൾ സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ആ ഒരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. മണി മാർക്കറ്റാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് പാർട്ടിലേക്കാണ് പോണത്. അപ്പോൾ എന്താണ് മണി മാർക്കറ്റ്, അതിൻ്റെ ഒരു ഓവർവ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് മണി മാർക്കറ്റ് എന്ന് ചോദിച്ചാൽ ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവും, എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ട് പഠിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയാം എന്താണ് മണി മാർക്കറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എന്താണ് മണി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഷോർട്ട് ടേം ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മണി മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അതായത് ലെസ് ദാൻ 1 ഇയർ അല്ലെങ്കിൽ അപ് ടു 1 ഇയർ ഒക്കെ മെച്യൂരിറ്റി പീരീഡ് വരുന്ന സെക്യൂരിറ്റീസ് ആണ് നമ്മളിവിടെ ട്രേഡ് ചെയ്യുന്നത്. ഷോർട്ട് ടേം ഫണ്ട്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മാർക്കറ്റ് ഉള്ളത് അല്ലേ. നമ്മൾ ആരൊക്കെയാണ് പാർട്ടിസിപ്പൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് മണി മാർക്കറ്റിൻ്റെ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാലും അല്ലാന്നുണ്ടെങ്കിൽ സ്ട്രക്ചർ, മണി മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എന്താണ് അല്ലെങ്കിൽ കമ്പോണൻസ് എന്താണ് എന്ത് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യങ്ങളാണ് എഴുതേണ്ടത്. അപ്പോൾ കോമ്പോസിഷൻ ഓഫ് മണി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അത് അല്ലെങ്കിൽ ആ മണി മാർക്കറ്റിൻ്റെ ഒരു സ്ട്രക്ചർ എന്നുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട് മണി മാർക്കറ്റ് റെഫേഴ്സ് ടു ദ ഡിഫറെൻറ്റ് സെഗ്മെൻറ്റ്സ് ഓർ സബ് മാർക്കറ്റ് ദാറ്റ് മേക്ക് അപ്പ് ദ ഓവറോൾ മണി മാർക്കറ്റ്. അതായത് മണി മാർക്കറ്റ് എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ കുറച്ച് സബ് മാർക്കറ്റും കാര്യങ്ങളും വരുന്നുണ്ട്, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സെഗ്മെൻറ്റ്സ് വരുന്നുണ്ട്. അതിനെ ഓരോന്നിനെയും കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇനി പറയാനായിട്ട് പോകുന്നത്. ഇവിടെ ഓരോന്നും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇവിടെ നോക്കിക്കേ എന്താ പറയുന്നത്. ഫസ്റ്റ് വൺ എന്താണ്, മണി മാർക്കറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ കോൾ മണി മാർക്കറ്റ് അല്ലേ. ഒന്നെന്ന് പറയുന്നത് കോൾ മണി മാർക്കറ്റ് ആണ്. പിന്നെ പറയുന്നത് ലോൺ മാർക്കറ്റ് അല്ലെങ്കിൽ ഇൻ്റർ ബാങ്ക് ടേം ഡെപ്പോസിറ്റ്, കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ്, ട്രഷറി ബിൽ മാർക്കറ്റ്, ഇവയൊക്കെയാണെന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള നമ്മുടെ മണി മാർക്കറ്റിൻ്റെ കോമ്പോസിഷൻ അല്ലെങ്കിൽ സ്ട്രക്ചറിൽ വരുന്ന കാര്യങ്ങൾ. ആദ്യമായിട്ട് പറയുന്നത് എന്താണ്, കോൾ മണി മാർക്കറ്റ് അല്ലെങ്കിൽ നോട്ടീസ് മണി മാർക്കറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു കോൾ മണി അല്ലെന്നുണ്ടെങ്കിൽ കോൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മണി മാർക്കറ്റിൻ്റെ ഒരു സെഗ്മെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്, കോൾ മണി മാർക്കറ്റ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്, വേർ ഷോർട്ട് ടേം ലോൺസ് ആർ പ്രൊവൈഡഡ് ഫോർ എ ഷോർട്ട് പീരീഡ്, വളരെ ഷോർട്ട് പീരീഡ് ടൈമിൽ. അതായത് ഇവിടെ ഷോർട്ട് പീരീഡ് ടൈം എന്ന് പറയുമ്പോൾ അതായത് ആർക്കാണോ ലോൺ ആവശ്യമായിട്ടുള്ളത് അല്ലെങ്കിൽ ലോൺ എമൗണ്ട് ആർക്കാണോ ആവശ്യമായിട്ടുള്ളത് അത് വളരെ ഷോർട്ട് പീരീഡിലേക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ് കോൾ മണി ചെയ്യുന്നത്. ഈ ഷോർട്ട് പീരീഡ് എന്ന് പറയുമ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഓവർനൈറ്റ്, അതായത് 24 hours അല്ലാന്നുണ്ടെങ്കിൽ 1 day ഒക്കെയാണ് എന്ന് പറയുന്നത്. ആ ഒരു ഷോർട്ട് പീരീഡ് എന്ന് പറയുന്നത് മാക്സിമം പോവുകയാണെന്നുണ്ടെങ്കിൽ 7 days ഒക്കെയാണ് എന്തെന്ന് പറയുന്നത്. ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ടേമിലേക്കാണ് എന്ത് കൊടുക്കുന്നത്, ഈ ഫണ്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ ലോൺ കൊടുക്കുന്നത് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ റീപേയ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഏത് സമയത്താണോ ആൾ തിരിച്ചു ചോദിക്കുന്നത് ആ സമയത്ത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, തിരിച്ച് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഏത് സമയത്താണോ കോൾ ബാക്ക് ചെയ്യുന്നത് ആ സമയത്ത് തന്നെ അത് തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന് പ്രത്യേകിച്ച് കൂടുതൽ പ്രൊസീജിയറും കാര്യങ്ങളും വരുന്നില്ല. ആരാണ് ലോൺ കൊടുക്കാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ എമൗണ്ട് ആരാണ് കൊടുക്കാനായിട്ട് പോകുന്നത്, ആർക്കാണ് എമൗണ്ട് വേണ്ടത്, ഇവർ കോൺടാക്ട് ചെയ്യുന്നത് ത്രൂ ഫോണിലൂടെയൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, കോൺടാക്ട് ചെയ്യുന്നുണ്ടാവുക. അല്ലാതെ കൂടുതൽ പ്രൊസീജിയറും കാര്യങ്ങളും എവിടെ വരുന്നില്ല, കോൾ മണി മാർക്കറ്റിൽ വരുന്നില്ല. അപ്പോൾ ഷോർട്ട് ടേം പീരീഡിലേക്ക് ആവശ്യമായിട്ടുള്ള എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുകയാണ് ഈ കോൾ മണി മാർക്കറ്റിൽ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ലോണാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, വളരെ ഷോർട്ടർ പീരീഡിലേക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ മെച്യൂരിറ്റി വരുന്നത് ഓവർനൈറ്റ് അല്ലെങ്കിൽ മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ 7 daysലേക്കാണ് വരുന്നത്. ഏത് സമയത്താണോ എനി ടൈം എന്താണ് കോൾ ബാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, റീപേ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഓർത്ത് വയ്ക്കാനായിട്ടുള്ളത് കേട്ടോ. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ഫീച്ചേഴ്സ് ഓഫ് കോൾ മണി മാർക്കറ്റ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം പോയിന്റ് ഔട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞിട്ടുള്ളത്, ഷോർട്ടസ്റ്റ് ടേം ഫിനാൻസിങ്. ഓൾറെഡി പറഞ്ഞു, അതിനെക്കുറിച്ച് കൂടുതൽ പറയാനുണ്ടോ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓവർ നൈറ്റിലേക്ക് മാക്സിമം പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 7 days മാത്രമാണ് എന്ത് വരുന്നത്, ആ ഒരു പീരീഡ് വരുന്നത്. അപ്പോൾ ഷോർട്ടസ്റ്റ് പീരീഡിലേക്കാണ് എമൗണ്ട് കൊടുക്കുന്നത്.
നെക്സ്റ്റ് പറയുന്നത് എന്താ, ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലേ. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, ഇന്റർ ബാങ്ക് മാർക്കറ്റ്, അതായത് കോൾ മണി മാർക്കറ്റ് ഈസ് എ ഇന്റർ ബാങ്ക് മാർക്കറ്റ് എന്ന് വെച്ചാൽ എന്താണ്, വേർ ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്ക്സും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അവരെന്ത് ചെയ്യുന്നുണ്ട്, എമൗണ്ട് അല്ലെങ്കിൽ ഫണ്ട് ലെൻഡ് ചെയ്യുകയും ബോറോ ചെയ്യുകയും ചെയ്യുന്നു. അവർ തമ്മിൽ എന്ത് ചെയ്യുന്നു, ലെൻഡിങ്ങും ബോറോവിങ്ങും നടത്തുന്നു എന്നുള്ളതാണ് ഇന്റർ ബാങ്ക് മാർക്കറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്, ഓവർനൈറ്റ് ലെൻഡിങ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് വേറെ ഒരു രീതിയിൽ കൊടുത്തിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു ആ ഒരു ഷോർട്ട് പീരീഡിലേക്കാണ് എന്താ പറയുന്നത്, 1 ഡേ അല്ലെങ്കിൽ 24 hours ഓവർനൈറ്റിലേക്കൊക്കെയാണ് എന്ത് വരുന്നത്, ഈ ഒരു മാർക്കറ്റിലെ ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്, ഹൈ ലിക്വിഡിറ്റി ഉണ്ട്. എന്തുകൊണ്ടാണ് ഹൈ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു ത്രൂ ഫോണിലൂടെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അത്രയ്ക്ക് സിമ്പിളാണ് കാര്യങ്ങൾ. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് പെട്ടെന്ന് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഓവർനൈറ്റിലൊക്കെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഫണ്ട് വേണം എന്നുണ്ടെങ്കിൽ അത് ലിക്വിഡ് ആയതുകൊണ്ടാണ് നടക്കുന്നത്. വളരെ ഷോർട്ട് പീരീഡിലേക്ക് നടക്കണം എന്നുണ്ടെങ്കിൽ അതെന്താണ്, ലിക്വിഡിറ്റി ഉള്ളതാണ് എന്ന് പറയുന്നത്. കോൾ മണി മാർക്കറ്റിലെ ഇൻസ്ട്രുമെൻറ്റ്സ് ഹൈലി ലിക്വിഡ് ആണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ കോസ്റ്റ് വളരെ കുറവാണ്, ലോ ട്രാൻസാക്ഷൻ കോസ്റ്റ് ആണ്. പക്ഷേ ലെൻഡിങ് എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത് അൺസെക്യൂർഡ് ആയിട്ടുള്ള ലെൻഡിങ് ആണ്. അതുപോലെ തന്നെ വേരിയബിൾ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അതായത് ഓരോ ആളുകൾക്കും ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്, വേരിയബിൾ ആണ്, ഫിക്സ്ഡ് അല്ല എന്നുള്ളതാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ കോൾ മണി മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനായിട്ടുള്ളത് കോൾ മണി മാർക്കറ്റ് ഇൻ ഇന്ത്യയിൽ എങ്ങനെയാണ് കോൾ മണി മാർക്കറ്റ് എന്നാണ് പറയുന്നത്. ഇന്ത്യയിലെ കോൾ മണി മാർക്കറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഏത് ബാങ്കിനാണോ, അതായത് സർപ്ലസ് എമൗണ്ട് ഏത് ബാങ്കിനാണോ കൂടുതലുള്ളത് ആ ബാങ്ക് എന്ത് ചെയ്യുന്നു, ഡെഫിസിറ്റ് ഉള്ള ബാങ്കിന് അല്ലെങ്കിൽ എമൗണ്ട് കുറവുള്ള ബാങ്കിന് വളരെ ഷോർട്ട് പീരീഡിലേക്ക് എന്ത് കൊടുക്കുന്നു, ഫണ്ട് പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ ലോൺ എമൗണ്ട് കൊടുക്കുകയാണ് എന്തെന്ന് പറയുന്നത് ഈ കോൾ മണി മാർക്കറ്റിൽ മെയിനായിട്ട് നടക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്നതെന്ന് പറയാം. ഇനി മുംബൈ, ചെന്നൈ, അഹമ്മദാബാദ്, ഡൽഹി പോലെയുള്ള സ്ഥലങ്ങളിലാണ് മേജർ ആയിട്ടുള്ള കോൾ മണി മാർക്കറ്റ്, ഇന്ത്യയിലുള്ള കോൾ മണി മാർക്കറ്റ് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് വരുന്നത്. ഇനി ഇവിടെ കുറച്ച് പോയിന്റ്സ് പറയുന്നുണ്ട്. ഈ മണി ലെൻ ഫോർ 1 ഡേ, അതായത് ഒരു ദിവസത്തേക്കാണ് കൊടുക്കുന്നതെങ്കിൽ അതിനെ കോൾ മണി എന്നും, ഇനി മോർ ദാൻ ഡേ, അതായത് ഒരു ദിവസത്തിന് മേലെ ബട്ട് എന്താണ് 15 ദിവസത്തിന് താഴെയാണ് എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് നോട്ടീസ് മണി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 50 ഡേയ്സ് മോർ ദാൻ, 15 ദിവസത്തിന് മുകളിലാണ് കൊടുക്കുന്നതെങ്കിൽ അതിനെ പറയുന്നതാണ് ടേം മണി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ആ ഒരു ഏരിയയിൽ ഓർത്ത് വെക്കാനായിട്ടുള്ളത്. നെക്സ്റ്റ് പറയുന്നത് ആരൊക്കെയാണ് പാർട്ടിസിപ്പൻസ് ആയിട്ട് വരുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് നബാർഡ്. അതായത് നബാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നബാർഡ് എന്ന് പറഞ്ഞാൽ നാഷണൽ ബാങ്ക് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ബാങ്ക് ഫോർ ഇന്ത്യ എന്നുള്ളതാണ്. അവരൊരു പാർട്ടിസിപ്പൻ്റ് ആണ്. അതേപോലെ തന്നെ LIC, UTI ഒക്കെ എന്താണ് പാർട്ടിസിപ്പൻ്റ് ആയിട്ട് വരുന്നതാണ് അല്ലേ. അപ്പോൾ ഫോറിൻ കൊമേഴ്ഷ്യൽ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്സ് എല്ലാം എന്താണ് ഈ ഒരു മണി മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇന്ത്യൻ മണി മാർക്കറ്റിൻ്റെ പാർട്ടിസിപ്പൻസ് ആയിട്ട് വരുന്ന ആളുകളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മണി മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നോക്കാനായിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ഇന്റർ ബാങ്ക് ടേം ഡെപ്പോസിറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ലോൺ മാർക്കറ്റ്. മണി മാർക്കറ്റിലും എന്തായിരുന്നു, അല്ലെങ്കിൽ കോൾ മണി മാർക്കറ്റിൽ എന്തായിരുന്നു, ലോണുകൾ കൊടുക്കുക തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെയും ആ ഒരു കാര്യം തന്നെയാണ് ചെയ്യുന്നത്. ദീസ് ആർ ദ ലോൺസ് ബിറ്റ്വീൻ, എങ്ങനെയാണ് രണ്ട് ബാങ്കുകൾ തമ്മിലാണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലോൺസ് കൊടുക്കുന്നത്. അതെന്താണ് കോൾ മണി മാർക്കറ്റ് പോലെ തന്നെയാണ് ഇവിടെ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ലൈക്ക് എ കോൾ മണി മാർക്കറ്റ്, ബട്ട് എന്താണ് അവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇവിടെ ആ ഒരു മെച്യൂരിറ്റി പീരീഡിലാണ് എന്ത് വരുന്നത്, ഡിഫറൻസ് വരുന്നത്. കോൾ മണി മാർക്കറ്റിൽ എങ്ങനെയായിരുന്നു, ഓവർനൈറ്റ് അല്ലാന്നുണ്ടെങ്കിൽ 24 hours അല്ലെങ്കിൽ 1 ഡേ എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ, ആ ഒരു രീതിയിലായിരുന്നു. അല്ല എന്നുണ്ടെങ്കിൽ മാക്സിമം പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 7 days എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ എന്താണ് പറയുന്നത്, ഇവിടെ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്, 14 അല്ലേ, അല്ലെങ്കിൽ 40 days ആണ്. ഇവിടെ ശ്രദ്ധിച്ചേ, 14 ദിവസം അല്ല എന്നുണ്ടെങ്കിൽ എത്ര ദിവസത്തിലേക്ക് പോവാം, 90 days വരെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, വിത്തൗട്ട് എനി കൊളാട്രൽ സെക്യൂരിറ്റീസ്. അത് നമ്മൾ കോൾ മണി മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കൊളാട്രൽ സെക്യൂരിറ്റീസ് ഇല്ലാതെയാണ് എന്ത് ചെയ്യുന്നത്, ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഈ ഒരു കാര്യത്തിലും അല്ലെങ്കിൽ ഇന്റർ ബാങ്ക് ടേം ഡെപ്പോസിറ്റിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. കൊളാട്രൽ സെക്യൂരിറ്റീസ് ഇല്ലാതെയാണ് എന്ത് കൊടുക്കുന്നത്, ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കോൾ മണി മാർക്കറ്റിൽ നോക്കി
അതും ഇതും തമ്മിൽ ഡിഫറൻസ് മെച്യൂരിറ്റിയിൽ അല്ലെങ്കിൽ ആ പീരീഡിൽ മാത്രമാണ് ഡിഫറൻസ് വരുന്നത് മനസ്സിലാക്കുക. ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ്, എന്തെല്ലാം മെറിറ്റ്സ് ആണ് ഈ ഒരു ഇന്റർ ബാങ്ക് ടേം ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ലോൺ മാർക്കറ്റിനുള്ളത്? രണ്ട് പേരുകളുണ്ട്, ശ്രദ്ധിക്കുക, മാറിപ്പോകരുത്. ഫസ്റ്റ് എന്താണ്, പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഹൈ ലിക്വിഡിറ്റി, നമ്മൾ കോൾ മണിയിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെയാണ്, ലിക്വിഡിറ്റി വളരെ കൂടുതലായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ സേഫ് ആണ്. അതുപോലെ തന്നെ സെൻട്രൽ ബാങ്കിന് എന്ത് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ ഒരു പോയിന്റ് ഉണ്ട്, എന്താണ്, ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് റിക്വയർമെൻറ്റ്സ്, അതായത് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കേണ്ട ഒരു റിസർവ് റേഷ്യോ ഉണ്ടായിരിക്കും അല്ലേ, അത് റിസർവ് ചെയ്ത് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. മെറിറ്റ്സ് മാത്രമല്ല, അതിൻ്റെ കൂടെ എന്തുമുണ്ട്, ഡീമെറിറ്റ്സും പറയുന്നുണ്ട്. എന്തൊക്കെ ഡീമെറിറ്റ്സ് ആണ് പറയുന്നത്? ഫസ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്, കൺഫൈൻ ടു ബിഗ് സിറ്റീസ്. നമ്മൾ പറഞ്ഞു മുംബൈ, കൊൽക്കത്ത അല്ലെങ്കിൽ ഡൽഹി പോലെയുള്ള ബിഗ് സിറ്റീസിലാണ് ഇതിൻ്റെ ഒരു പ്രസൻസ് ഉള്ളത്. അപ്പോൾ അതൊരു ലിമിറ്റേഷനാണ്. അതുപോലെ തന്നെ ലാക്ക് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് എന്താണ്, വളരെ ലിമിറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അത് കുറവാണോ എന്നുള്ളതാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ പറയുന്നതാണ് സ്മോൾ സൈസാണ് എന്തിന് വരുന്നത്, ഈ ഒരു മണി മാർക്കറ്റിന് വരുന്നത്. അതുപോലെ തന്നെ പറയുന്നതാണ് കോൾ മണി റേറ്റ്സ് എന്ത് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്, ചേഞ്ച് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നേച്ചർ ഏത് സമയം എങ്ങനെയാണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നേച്ചറാണ് ആ ഒരു മണി മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ കോൾ മണി മാർക്കറ്റിൻ്റെ റേറ്റ്സിന് ഉണ്ടാവുന്നത്. ഇത്രയും പോയിന്റ്സ് ആണ് ഡീമെറിറ്റ്സ് ആയിട്ട് പറയുന്നത്. ഡിസ്കൗണ്ട് മാർക്കറ്റ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെച്യൂരിറ്റി വരുന്നത് 30, 60 and 90 ഡേയ്സ് ആണ് മെച്യൂരിറ്റി വരുന്നതെന്ന് പറയുന്നത്. ഇവിടെ സെല്ലർ ഡ്രോയറും ബയർ ഡ്രോയിയുമാണ്, രണ്ടും ഡ്രോയർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. അതായത് സെല്ലർക്ക് അല്ലെങ്കിൽ ഞാനാണ് ഇവിടെ ബയ്യർ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ റെഡി ക്യാഷ് ഉണ്ടായിരുന്നില്ല. ഇല്ലാത്ത സാഹചര്യത്തിൽ തന്നെ ഞാൻ സെല്ലറുടെ കയ്യിൽ നിന്നൊരു പ്രൊഡക്റ്റ് മേടിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്ര ദിവസത്തിനുള്ളിൽ പേയ്മെൻറ്റ് നടത്തണം എന്ന് കാണിക്കുന്ന ബില്ലാണ് ഈ ഒരു ബില്ലെന്ന് പറയുന്നത്. ആ ബില്ലിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, പേയ്മെൻറ്റ് നടത്തേണ്ടത്. പക്ഷേ ഇന്ത്യയിൽ എന്തല്ല, ഇത് അത്ര പോപ്പുലർ അല്ല. ബാങ്കുകൾ തമ്മിലാണ് എന്ത് നടക്കുന്നത്, ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. അത് കൊമേഴ്ഷ്യൽ ബാങ്കിനല്ല. സർപ്ലസ് ഫണ്ട് വരികയാണെന്ന് ണ്ടെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ പെർട്ടിക്കുലർ ടൈമിലേക്ക് ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഈ ഒരു രീതി എന്ന് പറയുന്നത്. കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റിനെ രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഡിസ്കൗണ്ട് മാർക്കറ്റും അതുപോലെ തന്നെ രണ്ട് അക്സെപ്റ്റൻസ് മാർക്കറ്റുമാണ്. ഇത് രണ്ടും എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യം പറയുന്നതാണ് ഡിസ്കൗണ്ട് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് ലൈക്ക് ബാങ്ക്സ് പോലെയുള്ള ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് ആണ് ഷോർട്ട് ടേം ആയിട്ടുള്ള ട്രേഡ് ബില്ലുകളെ എന്ത് ചെയ്യുന്നത്, ഡിസ്കൗണ്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഇൻ്റർമീഡിയറീസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ദീസ് ബിൽസ് ആർ ജനറലി ഡ്രോ ഫോർ എ പീരീഡ് ഓഫ് 3 months. ഇതിൽ വരുന്ന ബില്ലുകൾ എന്ന് പറയുന്നത് 3 മാസം അല്ലെങ്കിൽ 90 ഡേയ്സ് എല്ലാം വരുന്ന പീരീഡിലേക്കുള്ള ബില്ലുകളാണ് ഇവിടെ വരുന്നത്, ഈ ഒരു മാർക്കറ്റിലും വരുന്നത്. RBI ഹാസ് ഇൻട്രൊഡ്യൂസ് എ ബിൽ മാർക്കറ്റ് സ്കീം നോൺ ആസ് എ ന്യൂ ബിൽ മാർക്കറ്റ് സ്കീം ഇൻ 1970. RBI എന്ത് ചെയ്തിട്ടുണ്ട്, ഇത്തരത്തിലുള്ള ഒരു സ്കീം എന്ത് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്തു. ജെനുവിൻ ആയിട്ടുള്ള ട്രേഡ് ബില്ലുകളെ റീഡിസ്കൗണ്ടിങ് ചെയ്യാനായിട്ടാണ് എന്ത് വന്നിട്ടുള്ളത്, ഈ ഒരു ആക്ട് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്കീം RBI നിലവിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്ക് പോലെയുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇങ്ങനെ ഡിസ്കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് എന്ത് ചെയ്യാറുണ്ട്, ഈ ബാങ്കുകൾ എടുക്കാറുണ്ട്. അതായത് ബില്ലിനെ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഒരു എമൗണ്ട് ഇവരുടെ ഫീ എന്നുള്ള രീതിയിൽ എടുക്കുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി പറഞ്ഞിട്ടുള്ളത് അക്സെപ്റ്റൻസ് മാർക്കറ്റാണ്. അതിന് മുൻപ് ഇവിടെ എന്താണ്, മെറിറ്റ്സും അതുപോലെ തന്നെ ലിമിറ്റേഷൻസും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോയിന്റ്സ് നോക്കുക, വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്, എക്സ്പ്ലനേഷൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് തന്നെ അത് സ്കിപ്പ് ചെയ്യാണ് കേട്ടോ. അക്സെപ്റ്റൻസ് മാർക്കറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിലവിലില്ലാത്തുള്ള ഒരു രീതിയാണ് അക്സെപ്റ്റൻസ് മാർക്കറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുന്ന സമയത്ത് ആ ബില്ലിൻ്റെ എമൗണ്ട് എത്രയാണോ ആ മുഴുവൻ എമൗണ്ടും എന്ത് ചെയ്യുന്നു, ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ ബാങ്ക് എന്ത് ചെയ്യുന്നു, ആ എമൗണ്ട് മുഴുവനായിട്ട് കൊടുക്കുന്നു. എന്നാൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്ക് എന്ത് ചെയ്യുന്നില്ല, ഡിസ്കൗണ്ട് മാർക്കറ്റിനെ പോലെ ഒരു എമൗണ്ട് ഫീ ആയിട്ട് എടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതാണ് ഡിസ്കൗണ്ട് മാർക്കറ്റും അക്സെപ്റ്റൻസ് മാർക്കറ്റ് എന്ന് പറയുന്നത്. കൊമേഴ്ഷ്യൽ ബിൽ മാർക്കറ്റിൻ്റെ 2 ക്ലാസിഫിക്കേഷനാണ്, ഡിസ്കൗണ്ട് മാർക്കറ്റും അതുപോലെ തന്നെ അക്സെപ്റ്റൻസ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ മെറിറ്റ്സും അതുപോലെ തന്നെ ലിമിറ്റേഷൻസും നോക്കാം. നെക്സ്റ്റ് പറയുന്നതാണ് ബിൽ മാർക്കറ്റ് സ്കീം എന്ന് പറയുന്നത്.
ബിൽ മാർക്കറ്റ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഏത് വർഷമാണ്? 1952 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ജനുവരി 1952 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അത് റിലേറ്റഡ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു 2 ബിൽ മാർക്കറ്റ് സ്കീമും കൂടെ അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പിന്നെയും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം വർഷമാണ് പറയുന്നത് 1972. അതുപോലെ തന്നെ 1970 RBI എന്ത് ചെയ്തു? 2 സ്കീമുകൾ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇവിടെ RBI ചെയ്യുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കിന് എന്ത് പ്രൊവൈഡ് ചെയ്യുക? അഡ്വാൻസ് ലോണുകൾ പ്രൊവൈഡ് ചെയ്യുക. എന്തിൻ്റെ ബേസിസിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? പ്രോമിസറി നോട്ട്സിൻ്റെ അല്ലെങ്കിൽ ബിൽസുകളുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? അഡ്വാൻസ് ആയിട്ടുള്ള ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് ഈ ഒരു ബിൽ മാർക്കറ്റ് സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏത് വർഷമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? 1952 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1972 അഡീഷണൽ ആയിട്ട് വീണ്ടും എന്തുണ്ടായിട്ടുണ്ട്? ഒരു ബിൽ മാർക്കറ്റും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. RBI ആണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് 2 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. ഡെറിവേറ്റീവ് യൂസൻസ് പ്രോമിസറി നോട്ട് അല്ലെങ്കിൽ DUP എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു സെല്ലർ ബയ്യർക്ക് കൊടുക്കുന്നതാണ് ബിൽ എന്ന് പറയുന്നത്. ഈ കൊടുക്കുന്ന ബിൽ എന്ന് പറയുന്നത് ഫിസിക്കൽ ഫോമിലാണ് അല്ലെങ്കിൽ പേപ്പർ ഫോമിലാണുള്ളത്. ഈ ഒരു പേപ്പർ ഫോം അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു പേപ്പർ യൂസസിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് DUP എന്ന് പറയുന്നത്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് RBI ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ഫിസിക്കൽ ഫോമിലുള്ളതിനെ മാറ്റി ഇലക്ട്രോണിക് ആയിട്ടുള്ള രീതിയിലേക്ക് മാറ്റുക അല്ലെങ്കിൽ പേപ്പർ യൂസ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വന്നിട്ടുള്ളതാണ് ഈ ഡെറിവേറ്റീവ് യൂസൻസ് പ്രോമിസറി നോട്ട് അല്ലെങ്കിൽ DUP എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ട്രഷറി ബിൽ മാർക്കറ്റ്. ഈ ട്രഷറി ബിൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഡീൽ ചെയ്യുന്നത് എന്ത് മാത്രമാണ്? ട്രഷറി ബില്ലുകൾ മാത്രമാണ്. ഈ ഒരു ട്രഷറി ബില്ല് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെൻറ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു മീറ്റ് ഷോർട്ട് ടേം റിക്വയർമെൻറ്റ്സ്, അതായത് ഷോർട്ട് ടേമിലേക്ക് വേണ്ട ഫണ്ട്സ് അല്ലെങ്കിൽ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്നതാണ് ട്രഷറി ബിൽസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഫിനാൻസ് ബിൽ ഓർ പ്രോമിസറി നോട്ട് ഇഷ്യൂഡ് ബൈ ദി ഗവൺമെൻറ്. പറഞ്ഞിരിക്കുന്നത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ഫിനാൻഷ്യൽ ബിൽ അല്ലെങ്കിൽ പ്രോമിസറി നോട്ട് എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? ഇഷ്യൂ ചെയ്യുന്നത്. അതുപോലെ തന്നെ ജനറലി ഇഷ്യൂ ചെയ്യുന്നത് എത്ര ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ്? 14 days, 91 days ആൻഡ് 182 days ആൻഡ് 364 days. ജനറലി ഇത്രയും ഡേയ്സ് അല്ലെങ്കിൽ മെച്യൂരിറ്റീസ് വരുന്ന രീതിയിലാണ് ട്രഷറി ബില്ലിന് എന്ത് ചെയ്യുന്നത്? ഇഷ്യൂ ചെയ്യുന്നത്. അതുപോലെ തന്നെ T-bills ആർ ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട്. ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിലും അതുപോലെ തന്നെ അതിനെ റിഡീം ചെയ്യുന്നത് അറ്റ് പാറിലുമായിരിക്കും. ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിലും റിഡീം ചെയ്യുന്നത് എങ്ങനെയാണ്? പാറിലുമാണ് റിഡീം ചെയ്യുന്നത്. ട്രഷറി ബിൽ മാർക്കറ്റിലെ പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് ഓർത്ത് വയ്ക്കാനായിട്ട് പറ്റുന്ന പോയിന്റ്സുകൾ നോക്കുക. RBI, SBI, കൊമേഴ്ഷ്യൽ ബാങ്ക്, സ്റ്റേറ്റ് ഗവൺമെൻറ് പോലെയുള്ളതാണ് പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് ഓർത്ത് വെക്കാനായിട്ട് പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, എപ്പോഴും നമ്മൾ പരിചയപ്പെടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കേട്ടിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞതിനകത്ത് നമ്മൾ സേഫ് ആണ് അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഉണ്ട് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞ പോയിന്റ്സ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? അങ്ങനെ കോമൺ ആയിട്ട് വരുന്ന പോയിന്റ്സ് എന്ത് ഇവിടെ നോക്കി. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? സേഫ് ആണ്, അതുപോലെ തന്നെ ലിക്വിഡിറ്റി ഉണ്ട്, അതേപോലെ സ്റ്റേബിൾ ഷോർട്ട് ടേം സ്യൂട്ടബിൾ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്. എന്തിനാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റിനാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അതുപോലെ ഹെൽപ്പ് ടു ഇഫക്റ്റീവ് ഫണ്ട് മാനേജ്മെൻറ്റ്. നല്ല രീതിയിലൊരു ഫണ്ട് മാനേജ്മെൻറ്റിനെ എന്ത് ചെയ്യുന്നു? ഹെൽപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സോഴ്സ് ഓഫ് ഷോർട്ട് ടേം ഫണ്ട് ആർക്ക് വേണ്ടിയിട്ടുള്ളത്? ഗവൺമെൻറ്റിൻ്റെ ഷോർട്ട് ടേം ഫണ്ടിൻ്റെ ഒരു സോഴ്സാണ്. അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ എന്ത് ചെയ്യുന്നു? കൺട്രോൾ ചെയ്യുന്നു. ഇതെല്ലാമാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ട്രഷറി ബിൽ മാർക്കറ്റിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ പറഞ്ഞിട്ടുള്ളത്? മണി മാർക്കറ്റിൻ്റെ ഇൻസ്ട്രുമെൻസിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. വിട്ടു പോകരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ മാർക്കറ്റ്, അതായത് മണി മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? ട്രഷറി ബിൽ മാർക്കറ്റ് അല്ലെങ്കിൽ കോൾ മണി അല്ലെങ്കിൽ നോട്ടീസ് മണി മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞു. ഇവിടെ ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ ട്രഷറി ബിൽ മാർക്കറ്റ് അല്ല, ട്രഷറി ബിൽസ് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് ഇൻസ്ട്രുമെൻറ്റ്സ്.
മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻസിനെ കുറിച്ച് പറയുന്നു. ട്രഷറി ബിൽസ് മാർക്കറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ സ്ട്രക്ചർ ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ എന്താണ്? ഇൻസ്ട്രുമെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ട്രഷറി ബിൽസ് എന്നാണ് പറയുന്നത്. ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റ് ആണ്. അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബിൽസ്, അത് നമ്മൾ എന്ത് ചെയ്തു? ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ കോൾ അല്ലെങ്കിൽ നോട്ടീസ് മണി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് കൂടാതെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ CDS, കൊമേഴ്ഷ്യൽ പേപ്പർ ഇന്റർ ബാങ്ക് പാർട്ടിസിപ്പൻറ്റ് സർട്ടിഫിക്കറ്റ് എന്നാണ് കേട്ടോ. അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. പിന്നെ പറയുന്നതാണ് മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്സ്, അതുപോലെ തന്നെ റിപ്പോസ്. ഇവയാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ടുള്ളത്? ഇതുവരെ നമ്മൾ നോക്കാത്ത പോയിന്റ്സ്. അപ്പോൾ അതും ഓരോന്നും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം പറയുന്നതാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് അല്ലെങ്കിൽ CDS എന്ന് പറയുന്നത്. ആസ് പെർ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഈസ് എ നെഗോഷ്യബിൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്. എങ്ങനെയുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ്? നെഗോഷ്യബിൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്. നെഗോഷ്യബിൾ ആണ്, അതായത് നമുക്ക് ഫ്രീലി ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പ്രത്യേകിച്ച് പ്രൊസീജിയേഴ്സ് ഒന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ട്രാൻസാക്ഷൻ നടത്താനായിട്ട് പറ്റുന്നതാണ് CDS എന്ന് പറയുന്നത്. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ഇഷ്യൂഡ് ഇൻ ഡീമെറ്റീരിയലൈസ്ഡ് ഫോം. നമ്മൾ ഓൾറെഡി നോക്കി എന്താണ് ഡീമെറ്റീരിയലൈസ്ഡ് ഫോം എന്ന് പറയുന്നത്. ഇലക്ട്രോണിക്കലി ആയിരിക്കും എന്തുണ്ടാവുക? ഈ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഉണ്ടാവുക. അതായത് പേപ്പർലെസ് ആയിരിക്കും, അല്ലെങ്കിൽ പേപ്പറിലാവില്ല, ഇലക്ട്രോണിക് ആയിട്ടുള്ള രീതിയിലാണ് എന്തുണ്ടാവുക? CDS ഉണ്ടാവുക. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? CDS ആർ സ്യൂട്ടബിൾ ഫോർ ഇൻവെസ്റ്റേഴ്സ്. എങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സ് ആണ്? ഹു വാണ്ട് എ ലോ റിസ്ക് ഇൻവെസ്റ്റ്മെൻറ്റ്. ലോ റിസ്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്ത് റിസ്ക് കുറവും, അതുപോലെ വിത്ത് എ ഫിക്സ്ഡ് റിട്ടേൺ, ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു റിട്ടേണും ആഗ്രഹിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ് CDS അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് മെറിറ്റ്സ് ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ആണ്. ഇഷ്യൂഡ് ടു ഡിസ്കൗണ്ട് ടു ദ ഫേസ് വാല്യൂ. ഫേസ് വാല്യൂ എന്താണോ അതിനനുസരിച്ചായിരിക്കും എന്തുണ്ടാവുക? ഇത് ഇഷ്യൂ ചെയ്യുന്നത്. ബെറ്റർ റിട്ടേൺ ആൻഡ് സേവിങ്സ് അക്കൗണ്ട്. അതുപോലെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ്, ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു തരത്തിലുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളും എവിടെ വരുന്നില്ല? ഈ ഒരു CDSൽ വരുന്നില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുന്ന നെഗോഷ്യബിൾ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ്. അതുപോലെ തന്നെ റിസ്ക് കുറവ് ആഗ്രഹിക്കുന്ന ആളുകളും റിട്ടേൺ, അതായത് ഫിക്സ്ഡ് റിട്ടേൺ ആഗ്രഹിക്കുന്ന ആളുകളും ഈ എമൗണ്ട് ഒരു സ്പെസിഫിക് ടൈമിലേക്ക് ലോക്കായി പോകുന്നതിന് കുഴപ്പമില്ല എന്നുള്ള ആളുകൾക്കുമാണ് എന്ത് ചെയ്യാനായിട്ട് പറ്റുക? ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട്, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ഇത്തരത്തിലുള്ള ആളുകളായിരിക്കും. നെക്സ്റ്റ് പറയുന്നതാണ് കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത്. ഈ കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്നത് അൺസെക്യൂർഡ് ആയിട്ടുള്ള ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അതുപോലെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 1990ലാണ്. ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 1990ലാണ്. അൺസെക്യൂർഡ് ആയിട്ടുള്ള ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് ഇഷ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്യുന്നത് ഷോർട്ട് ടേം പ്രോമിസറി നോട്ട്സ് ആയിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്. എത്തരത്തിലുള്ള കമ്പനികളാണ്? റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനീസ്, അതായത് നല്ല ക്രെഡിറ്റ് സ്റ്റാൻഡിങ്ങും അതുപോലെ തന്നെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഇൻടാഞ്ചിബിൾ അസറ്റ്സും ഉള്ള കമ്പനീസ് ആണ് എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള കൊമേഴ്ഷ്യൽ പേപ്പർ എന്ത് ചെയ്യുക? ഇഷ്യൂ ചെയ്യുന്നത്. നോർമലി ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് ഇഷ്യൂ ചെയ്യുന്നത് ബാങ്ക്, പബ്ലിക് യൂട്ടിലിറ്റീസ്, ഇൻഷുറൻസ് ആൻഡ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെയാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് മിനിമം 7 days, മാക്സിമം ആണെന്നുണ്ടെങ്കിൽ 1 yearമാണ് എന്ത് വരിക? ഇതിൻ്റെ ഒരു മെച്യൂരിറ്റി പീരീഡ് വരുന്നതാണ് കൊമേഴ്ഷ്യൽ പേപ്പർ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറയുന്ന മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്. കൊമേഴ്ഷ്യൽ പേപ്പറിനെ 2 രീതിയിലാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് ഡയറക്റ്റ് പേർപ്പേഴ്സും, രണ്ടെന്ന് പറയുന്നത് ഡീലർ പേർപ്പേഴ്സും ആണ്. അതായത് ഡയറക്റ്റ് പേപ്പർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കൊമേഴ്ഷ്യൽ പേപ്പർ എന്ത് ചെയ്യുന്നു? ഡയറക്റ്റ് ആയിട്ട് ഒരു ഇൻ്റർമീഡിയറിയും ഇല്ലാതെ ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, വിത്തൗട്ട് എനി ഇൻ്റർമീഡിയറി എന്ത് ചെയ്യുന്നു? ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഡയറക്റ്റ് പേപ്പർ എന്നും. ഡീലർ പേപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡീലർ അല്ലെങ്കിൽ ഒരു മെർച്ചൻ്റ് ബാങ്കിൽ അല്ലെങ്കിൽ ഇൻ്റർമീഡിയറിനെ യൂസ് ചെയ്ത് എന്ത് ചെയ്യുന്നു? ഈ ഒരു ഇഷ്യൂ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് ഡീലർ പേപ്പർ എന്ന് പറയുന്നത്. പറയുന്നതാണ് ന്യൂ ഫോംസ് ഓഫ് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ്. ഇതിൻ്റെ പേരുകൾ ഓർത്ത് വയ്ക്കുക. അതായത് മാസ്റ്റർ നോട്ട്സ്, പിന്നെ പറയുന്നതാണ് മീഡിയം ടേം നോട്ട്സ് ആൻഡ് അസറ്റ് ബേസ്ഡ് കൊമേഴ്ഷ്യൽ പേപ്പർ. ഇത് ഈ പേരുകൾ എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക കേട്ടോ. 3 തരത്തിലുള്ള പുതിയ രീതിയിലുള്ള കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ആണുള്ളത്. മാസ്റ്റർ നോട്ട്സ്, അതുപോലെ തന്നെ മീഡിയം ടേം നോട്ട്സ്, അസറ്റ് ബേസ്ഡ് കൊമേഴ്ഷ്യൽ പേപ്പർ. ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ. നെക്സ്റ്റ് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ഇന്റർ ബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. PC അല്ലെങ്കിൽ IBPC എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് 1977ലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് എ ഷോർട്ട് ടേം മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ബൈ ബാങ്ക്സ് ടു മീറ്റ് ദെയർ ഷോർട്ട് ടേം റിക്വയർമെൻറ്റ്സ്. അതായത് ഈ ഒരു ഷോർട്ട് ടേം അല്ലെങ്കിൽ മണി മാർക്കറ്റിൻ്റെ
ഇൻസ്ട്രുമെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഇന്റർ ബാങ്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ബാങ്കുകളാണ് ഇഷ്യൂ ചെയ്യുന്നത്. ബാങ്കുകളാണ് യൂസ് ചെയ്യുന്നത് അവരുടെ ഷോർട്ട് ടേം റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അണ്ടർ ദിസ് എ ബാങ്ക് മേ സെൽ പാർട്ട് ഓഫ് ദെയർ ലോൺ അസറ്റ് ടു അനദർ ബാങ്ക്. മറ്റൊരു ബാങ്കായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ലോൺ അസറ്റ് ഷെയർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സെല്ല് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 91 days to 180 days ആണ് എന്തെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പീരീഡ് വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്, മിനിമം ഇൻട്രസ്റ്റ് റേറ്റ് പെർ ആനം എന്ന് പറയുന്നത് 14% ആണെന്ന് പറയുന്നത് ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്സ്. എ മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്സ് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ദാറ്റ് ഇൻവെസ്റ്റ് ഇൻ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഷോർട്ട് ടേം ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ്. അതായത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ് എന്തെന്ന് പറയുന്നത് മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് നമ്മുടെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് അത് ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ്. ഷോർട്ട് ടേമിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ് മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ കുറച്ച് ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ലിമിറ്റുകൾ പറയുന്നുണ്ട്. അതായത് ട്രഷറി ബിൽ ആൻഡ് ഡേറ്റഡ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ ഹാവിങ് എ അൺഎക്സ്പയർഡ് മെച്യൂരിറ്റി അപ് ടു 1 year മിനിമം 25% ആയിരിക്കും. അതുപോലെ തന്നെ കോൾ ഓർ നോട്ടീസ് മണി ആണെങ്കിൽ മിനിമം 30%, കൊമേഴ്ഷ്യൽ പേപ്പർ ആണെങ്കിൽ മിനിമം 15% ആൻഡ് കൊമേഴ്ഷ്യൽ ബിൽ 20%. സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് എന്തില്ല, ലിമിറ്റ് വരുന്നില്ല. ഡെപ്പോസിറ്റ് നടത്താനായിട്ടുള്ള ലിമിറ്റ്സ് ആണ് പറയുന്നത് ആ പെർസെൻറ്റേജ് കേട്ടോ. നെക്സ്റ്റ് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് റീപർച്ചേസ് എഗ്രിമെൻ്റ് അല്ലെങ്കിൽ റിപ്പോസ് എന്ന് പറയുന്നത്. അപ്പോൾ പർച്ചേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, വാങ്ങുക എന്നാണ് അല്ലേ. റീപർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താ, വീണ്ടും വാങ്ങുക. അതായത് ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഇവിടെ 2 പാർട്ടീസ് ഉണ്ട്. അതായത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 2 പാർട്ടീസ് ഉണ്ട്, എയും ബി എന്ന് പറയുന്ന 2 പാർട്ടീസ് ഉണ്ട്. അപ്പോൾ എ ഇവരുടെ കയ്യിലുള്ള സെക്യൂരിറ്റീസ് ബിക്ക് വിൽക്കാനായിട്ട് പോവാണ്. ആ വിൽക്കുന്ന സമയത്ത് 2 പേരും എന്ത് ചെയ്യുന്നു, ഒരു എഗ്രിമെൻ്റ് വെക്കുന്നു. അതായത് ഒരു പെർട്ടിക്കുലർ ടൈമിന് ശേഷം എ എന്ത് ചെയ്തോളാം, ബിയുടെ കയ്യിൽ നിന്ന് ഈ സെക്യൂരിറ്റി റീപർച്ചേസ് ചെയ്തോളാം, വീണ്ടും മേടിച്ചോളാം എന്നുള്ളതാണ് എന്ന് പറയുന്നത് റീപർച്ചേസ് എഗ്രിമെൻ്റ് അല്ലെങ്കിൽ റിപ്പോസ് എന്ന് പറയുന്നത്. 2 പാർട്ടീസ് തമ്മിലുള്ള എഗ്രിമെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത് റീപർച്ചേസ് എഗ്രിമെൻ്റ് അല്ലെങ്കിൽ റിപ്പോസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനായിട്ടുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് മണി മാർക്കറ്റ് ആണ്. നമ്മൾ മണി മാർക്കറ്റിൻ്റെ ഇൻസ്ട്രുമെൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 8ഓളം ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. ഇനി നെക്സ്റ്റ് പറയുന്നത് ക്യാപിറ്റൽ മാർക്കറ്റും മണി മാർക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ക്യാപിറ്റൽ മാർക്കറ്റിൽ നമ്മൾ ഇനി 3rd ചാപ്റ്ററായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ചാപ്റ്ററാണ്. മണി മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററാണ് അല്ലേ. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മണി മാർക്കറ്റും ക്യാപിറ്റൽ മാർക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഇനിയും നമ്മൾ ഒന്നും കൂടി ഡിഫറൻസ് പഠിക്കും. അതായത് ക്യാപിറ്റൽ മാർക്കറ്റ് നോക്കിയതിന് ശേഷം നമ്മൾ ഒന്നും കൂടെ എന്ത് ചെയ്യും, ഒന്ന് കമ്പയർ ചെയ്ത് നോക്കും. അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അതായത് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ അണ്ടറിൽ വന്നിട്ടുള്ളത് മണി മാർക്കറ്റിൻ്റെ ഡിഫറൻസും ഇപ്പുറത്ത് മണി മാർക്കറ്റിൻ്റെ അണ്ടറിൽ വന്നിട്ടുള്ളത് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ പോയിൻറ്റ്സും ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ജസ്റ്റ് അത് ക്യാപിറ്റൽ മാർക്കറ്റ് ഒന്ന് അത് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ, മനസ്സിലാവാൻ വേണ്ടിയിട്ട് വെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ മണി മാർക്കറ്റാണ് ഫസ്റ്റത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മണി മാർക്കറ്റ് എങ്ങനെയുള്ളതാണ്, ഷോർട്ട് ടേം ബോറോവിങ്സ് ആണ് അവിടെ നടക്കുന്നത് അല്ലേ. ഇവിടേക്ക് വരുന്ന സമയത്ത് ലോങ് ടേമിലാണ്. ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ലോങ് ടേമിലേക്ക്. നമുക്ക് മണി മാർക്കറ്റിനെ കുറിച്ച് അറിയാം, അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, 1 year ഓർ ലെസ് ദാൻ 1 year. ഇവിടെയോ മോർ ദാൻ 1 year ആണ് വരുന്നത്. ഇനി പറയുന്നത് എന്താ, മണി മാർക്കറ്റിലെ ഫണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഷോർട്ട് ടേം ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സിന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാണ് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ആണ് മീറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെയാണെന്നുണ്ടെങ്കിലോ നമുക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഫിക്സ്ഡ് അസറ്റുകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ക്യാപിറ്റൽ മാർക്കറ്റിലെ ഫണ്ടുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ലിക്വിഡിറ്റിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം എപ്പോഴും എങ്ങനെയാണ്, ഹൈലി ലിക്വിഡാണ്, അതുപോലെ തന്നെ സേഫ് ആണ്. പക്ഷേ ക്യാപിറ്റൽ മാർക്കറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് കുറച്ചും കൂടി റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളാണ് ക്യാപിറ്റൽ മാർക്കറ്റിലെ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. വീണ്ടും സെയിം പോയിന്റ് റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. റിസ്ക് ഫാക്ടർ ഈസ് വെരി ലെസ് ബിക്കോസ്, ഇവിടെ കാരണം പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ആ ഒരു റിസ്ക് ഫാക്ടർ വളരെ കുറവാണെന്ന് പറയുന്നത് മണി മാർക്കറ്റിൽ. അവിടുത്തെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് കുറവായതുകൊണ്ട്. ഇപ്പുറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ റിസ്ക് ഫാക്ടർ എങ്ങനെയാണ്, മോർ. എന്തുകൊണ്ടാണ്, മെച്യൂരിറ്റി പീരീഡ് കൂടുതലായതുകൊണ്ട്. അപ്പോൾ ഇതൊക്കെയാണെന്ന് പറയുന്നത് നമ്മുടെ മണി മാർക്കറ്റും അതുപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ
ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുള്ളത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ അതനുസരിച്ച് നോക്കണം കേട്ടോ. നെക്സ്റ്റ് നോക്കാനായിട്ടുള്ളത് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ മണി മാർക്കറ്റ്. നമ്മൾ മണി മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ കോമ്പോസിഷൻ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇന്ത്യൻ മണി മാർക്കറ്റിനെ കുറിച്ചാണ് പറയുന്നത്. 3 രീതിയിലാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അൺഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടർ, ഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടർ, അതുപോലെ തന്നെ സബ് മാർക്കറ്റ്സ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഈ അൺഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടർ എന്ന് പറയുമ്പോൾ ഇൻഡിജീനിയസ് ബാങ്ക് അതുപോലെ തന്നെ മണി ലെൻഡേഴ്സ് എന്നുള്ള രീതിയിലാണ് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഫസ്റ്റ് പറയുന്നത് എന്താണ് ഇൻഡിജീനിയസ് ബാങ്ക് എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി പല ക്ലാസ്സുകളിലും ഡിസ്കസ് ചെയ്ത് വന്നിട്ടുള്ള കാര്യമാണ് എന്താണ് ഇൻഡിജീനിയസ് ബാങ്കേഴ്സ് അല്ലെങ്കിൽ ബാങ്ക് എന്ന് പറയുന്നത്. ഇവിടെ ഇൻഡിജീനിയസ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാങ്കേഴ്സ് ആർ പ്രൈവറ്റ് ഫേംസ് ഓർ ഇൻഡിവിജ്വൽ ഹു ഓപ്പറേറ്റ് ആസ് എ ബാങ്ക്സ് ആൻഡ് ആസ് സച്ച് ബോത്ത് റിസീവ് ഡെപ്പോസിറ്റ് ആൻഡ് ഗീവ് ലോൺസ്. അതായത് ഒരു ബാങ്ക് പോലെ തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറി ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ഫണ്ട് ഇങ്ങോട്ട് സ്വീകരിക്കുകയും അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് റിസീവ് ചെയ്യുകയും എന്ത് ചെയ്യുന്നുണ്ട്, ഡെപ്പോസിറ്റ് 2 കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഡെപ്പോസിറ്റ് റിസീവ് ചെയ്യുന്നു, അതുപോലെ തന്നെ ലോൺ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇൻഡിജീനിയസ് ബാങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഫേമോ ഇൻഡിവിജ്വൽസോ ആയിരിക്കും. ബാങ്ക് പോലെ തന്നെയാണ്, ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് ആണ്. ഇത് ഡെപ്പോസിറ്റ് റിസീവ് ചെയ്യുന്നു, അതുപോലെ തന്നെ ലോൺ കൊടുക്കുകയും ചെയ്യുന്നു. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് നമുക്ക് അടുത്തത് നോക്കുന്ന സമയത്ത് മനസ്സിലാവും. നെക്സ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്, മണി ലെൻഡേഴ്സ് ആണ്. മണി ലെൻഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലെൻഡേഴ്സ് എന്ന് പറയുന്ന ആളുകൾ എങ്ങനെയാണ്, നോട്ട് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ്. ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ബട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ലോൺ എമൗണ്ട് അല്ലെങ്കിൽ മണി എന്ത് ചെയ്യുന്നുണ്ട്, ലെൻഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഫണ്ടുകൾ എന്ത് ചെയ്യുന്നില്ല, റിസീവ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് മേടിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് കേട്ടോ. അതാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻഡിജീനിയസ് ബാങ്കേഴ്സ് ചെയ്യുന്നത് 2 ആക്ടിവിറ്റിയും ചെയ്യുന്നുണ്ട്. ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ലോൺ എമൗണ്ട് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതാണെന്ന് പറഞ്ഞത് ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് ഈ പോയിന്റ് ആണ് കേട്ടോ. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമ്മുടെ സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ മണി മാർക്കറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ 3 രീതിയിലാണ് വരുന്നത്. അതിൽ അൺഓർഗനൈസ്ഡ് ബാങ്കിങ് എന്ന് പറയുന്നത്, അൺഓർഗനൈസ്ഡ് ബാങ്കിങ്ങിനെ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, 2 രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ്, ഇൻഡിജീനിയസ് ബാങ്കേഴ്സും അതുപോലെ തന്നെ മണി ലെൻഡേഴ്സും. ഇൻഡിജീനിയസ് ബാങ്ക് എന്താണ്, മണി ലെൻഡേഴ്സ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി ഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടർ, 2ാമത്തെ ഡിവിഷനാണ് ഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടർ എന്ന് പറയുന്നത്. ഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ദ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് 7 സബ്സിഡറീസ്, 9 നാഷണലൈസ്ഡ് ബാങ്ക്സ്, ദ അതർ ജോയിൻറ്റ് സ്റ്റോക്ക് ബാങ്ക്സ് ഇൻക്ലൂഡിംഗ് കൊമേഴ്ഷ്യൽ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്, റീജിയണൽ റൂൾസ് ബാങ്ക്സ്. ഈ പറയുന്ന ബാങ്കുകൾ അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടർ എന്ന് പറയുന്നത്. അതായത് പ്രോപ്പറായിട്ട് എന്തുണ്ട്, അതായത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ഫോളോ ചെയ്തുകൊണ്ട് വരുന്നതാണ് ഇത്തരത്തിലുള്ള ബാങ്കുകൾ. അതാണ് ഓർഗനൈസ്ഡ് ബാങ്കിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്ന 3ാമത്തെ ക്ലാസിഫിക്കേഷനാണ് നമ്മുടെ മണി മാർക്കറ്റിന് സബ് മാർക്കറ്റ്സ്. ഏതൊക്കെയാണ് മണി മാർക്കറ്റ് സബ് മാർക്കറ്റ്സ് എന്ന് പറയുന്നത്, ബിൽ മാർക്കറ്റ് കൺസിസ്റ്റ് ഏതൊക്കെയാണ്, കൊമേഴ്ഷ്യൽ മാർക്കറ്റ്, ട്രഷറി ബിൽ മാർക്കറ്റ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, അതേപോലെ തന്നെ കൊമേഴ്ഷ്യൽ പേപ്പറൊക്കെ ആണെന്ന് പറയുന്നത് ഈ സബ് മാർക്കറ്റ് എന്ന് പറയുന്നതിൻ്റെ കാറ്റഗറിയിൽ വരുന്നത്. നെക്സ്റ്റ് പറയുന്നത് മണി മാർക്കറ്റിലെ പ്ലെയേഴ്സ് ആരാണ്, അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണെന്ന്. ഇത്രയും നമ്മൾ പറഞ്ഞ സമയത്ത് പല സമയത്തും നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള ആളുകളാണ് ഈ പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത്. ഗവൺമെൻറ്, അതുപോലെ തന്നെ RBI, ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ, ബാങ്ക്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, കോർപ്പറേറ്റ് ഫേംസ്, മ്യൂച്വൽ ഫണ്ട്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്, പ്രൈമറി ഡീലേഴ്സ്, സെക്യൂരിറ്റി ട്രേഡിംഗ് കോർപ്പറേഷൻസ് ഓഫ് ഇന്ത്യ. ഇതെല്ലാമാണെന്ന് പറയുന്നത് പാർട്ടിസിപ്പൻസ് അല്ലെങ്കിൽ പ്ലെയേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഓർത്ത് വെക്കാനായിട്ട് കഴിയുന്ന പോയിന്റ്സ് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക കേട്ടോ. ഈ പറയുന്നത് ഡിഫക്ട്സ് ഓഫ് ഇന്ത്യൻ മണി മാർക്കറ്റ്. എന്തൊക്കെ പോരായ്മകളാണ് നമ്മുടെ ഇന്ത്യൻ മണി മാർക്കറ്റിനുള്ളത്. ആദ്യം പറയുന്നത് എക്സിസ്റ്റൻസ് ഓഫ് അൺഓർഗനൈസ്ഡ് മണി മാർക്കറ്റ്. അതായത് ഓർഗനൈസ്ഡ് അല്ലാത്ത ഒരു രീതിയിലുള്ള മണി മാർക്കറ്റ്, അതെന്താണ്, ഒരു ഡിഫക്റ്റ് ആണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കോർഡിനേഷൻ ഇല്ലായ്മ, ആരൊക്കെ തമ്മിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളതും അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെക്ടേഴ്സ് തമ്മിലുള്ള കോർഡിനേഷൻ ഇല്ലായ്മ. അതുപോലെ തന്നെ മൾട്ടിപ്ലിസിറ്റി ഇൻ ദ റേറ്റ്സ് ഓഫ് റിട്ടേണിൽ ഉണ്ടാവുന്ന എന്താണ്, പല സമയത്തും പല റേറ്റുകൾ അല്ലാന്നുണ്ടെങ്കിൽ ഡിഫറൻസ് വരിക എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ ബിൽ മാർക്കറ്റിൻ്റെ ആബ്സെൻസ്. ബിൽ മാർക്കറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, RBI ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് 1952ലും 1970ലും എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു ആബ്സെൻസ് ഉണ്ട്. അതായത് പ്രോപ്പറായിട്ട് പ്രവർത്തിക്കാതെ വരുന്നത് എന്നുള്ളതാണ് ആബ്സെൻസ് ഓഫ് ബിൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആഡിക്കേറ്റ് ബാങ്കിങ് ഫെസിലിറ്റീസ്, നല്ല രീതിയിലുള്ള ബാങ്കിങ് ഫെസിലിറ്റീസ് ഇല്ലാത്തത്. അതുപോലെ തന്നെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ ആബ്സെൻസ്. അതുപോലെ തന്നെ ഫണ്ടിൻ്റെ മൂവ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആബ്സെൻസ് അല്ലെങ്കിൽ ഇൻആഡിക്വൻസി ഓഫ് ക്രെഡിറ്റ്
ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള സബ് മാർക്കറ്റിൻ്റെ ആബ്സെൻസ്, ഇതൊക്കെയാണെന്ന് പറയുന്നത് ഡിഫക്ട്സ് ഓഫ് ഇന്ത്യൻ മണി മാർക്കറ്റ് ഫേസ് ചെയ്യുന്ന ഡിഫക്ട്സ് എന്ന് പറയുന്നത്. ലാസ്റ്റ് പറയുന്നത് മെഷേഴ്സ് ടേക്കൺ ബൈ RBI ടു റിമൂവ് ഡിഫക്ട്സ്. ഈ പറഞ്ഞിട്ടുള്ള ഡിഫക്ട്സ് എല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് RBI എന്തൊക്കെ വഴികൾ സ്വീകരിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ റീസെൻറ്റ് ട്രെൻഡ്സ്, ഇന്ത്യയിൽ വന്നിട്ടുള്ള മണി മാർക്കറ്റ് റീസെൻറ്റ് ട്രെൻഡ്സുകൾ എന്താണെന്ന് ഇതെല്ലാം നോട്ട്ബുക്കിലേക്ക് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നോട്ടിലേക്ക് എന്ത് ചെയ്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതോടുകൂടി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ റിവിഷൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. എവിടെയെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ ഡൗട്ട്സോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം.